ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഇന്ന് ഞാനൊരു കഥ പറയാനാണ് വന്നത്. പക്ഷേ അതൊരു രാജകുമാരൻ്റെ കഥയല്ല, ഒരു കോടീശ്വരൻ്റെയും കഥയല്ല, ലോകം മുഴുവൻ കൈയടിച്ച ഒരു വിജയിയുടെയും കഥയല്ല. ആ കഥയിലെ നായകൻ ഒരു പക്ഷേ ഈ വീഡിയോ കേൾക്കുന്ന നീ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോ പറയുന്ന ഞാനായിരിക്കാം. ഒരിക്കൽ ഒരു സ്വപ്നവുമായി ജീവിച്ച ഒരാളുണ്ടായിരുന്നു. ആ സ്വപ്നം വളരെ വലുതായിരുന്നു, പക്ഷേ അയാളുടെ സാഹചര്യങ്ങൾ വളരെ ചെറുതായിരുന്നു. പലരും പറഞ്ഞു, നിനക്കത് സാധിക്കില്ല, നിന്റെ ജീവിതം ഇത്രയുള്ളൂ, ഇനി വെറുതെ സമയം കളയണ്ട. ആദ്യമൊക്കെ അയാൾ ചിരിച്ചു, പിന്നെ ശ്രമിച്ചു, പിന്നെയും ശ്രമിച്ചു. പക്ഷേ ഓരോ ശ്രമത്തിൻ്റെയും അവസാനം പരാജയം മാത്രമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ അയാൾ ഒറ്റയ്ക്ക് ജനലരികിൽ ഇരിക്കുകയായിരുന്നു. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു, അകത്ത് കണ്ണുകളിലും. ആ രാത്രി അയാൾ ഒരു ചോദ്യം മാത്രം ചോദിച്ചു, ദൈവമേ, ഞാൻ ഇത്രയും ശ്രമിക്കുന്നത് എന്തിനാണ്? ഉത്തരമൊന്നും കിട്ടുന്നില്ല. പക്ഷേ അടുത്ത ദിവസം സൂര്യൻ വീണ്ടും ഉദിച്ചു. ആ സൂര്യൻ ഒരു കാര്യം പഠിപ്പിച്ചു. ഇന്നലെ എത്ര ഇരുണ്ട രാത്രിയായാലും രാവിലെ വരാതിരിക്കില്ല. അന്നു മുതൽ അയാൾ തീരുമാനിച്ചു, ഫലം നോക്കാതെ ശ്രമിക്കാം. ആളുകൾ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ എന്നെ വിശ്വസിക്കാം. ചെറിയ ചുവടുകൾ മാത്രം വെച്ചാലും എല്ലാ ദിവസവും മുന്നോട്ടു പോകാം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മാറ്റങ്ങൾ ഉടനെയൊന്നും വന്നില്ല, പക്ഷെ അയാൾ മാറി. മുമ്പ് 1 മണിക്കൂർ പോലും ശ്രദ്ധിക്കാൻ കഴിയാത്ത ആളായിരുന്നു, ഇപ്പോൾ മണിക്കൂറുകളോളം പരിശ്രമിക്കുന്നു. മുമ്പ് ഒരു പരാജയത്തിൽ തകർന്നിരുന്നു, ഇപ്പോൾ ഒരു പരാജയത്തെ ഒരു പാഠമായി കാണുന്നു. മുമ്പ് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിരുന്നു, ഇപ്പോൾ സ്വന്തം മനസ്സിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോഴാണ് അയാൾ മനസ്സിലാക്കിയത്, വിജയം എന്നതൊരു ദിവസം കിട്ടുന്ന സമ്മാനമല്ല, എല്ലാ ദിവസവും കൈവിടാതെ ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു മറുപടിയാണ്. ഇത് കേൾക്കുന്ന നിന്നോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ ജീവിതം ഇപ്പോൾ എങ്ങനെയായാലും, നീ ഇപ്പോൾ എവിടെയായാലും, നീ എത്ര തവണ തോറ്റാലും അത് നിന്റെ അവസാനമല്ല. ഇപ്പോൾ നിനക്ക് തോന്നുന്ന ഈ ഇരുട്ട് നിന്റെ കഥയുടെ അവസാന പേജുമല്ല, അത് അടുത്ത അധ്യായത്തിന് മുമ്പുള്ള ഒരു ചെറിയ ഇടവേള മാത്രമാണ്. ഒരു ദിവസം നീ ഈ ദിവസങ്ങളെ ഓർത്ത് ചിരിക്കും, അന്ന് ഞാൻ കൈവിട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വീണ്ടും തുടങ്ങൂ. നിനക്കും അങ്ങനെ അഭിമാനത്തോടെ പറയണ്ടേ, വീണ്ടും പഠിക്കൂ, വീണ്ടും പരിശ്രമിക്കൂ, വീണ്ടും വിശ്വസിക്കൂ. കാരണം നിന്റെ സ്വപ്നങ്ങൾക്കും നിന്റെ പരിശ്രമത്തിനും ഇടയിൽ നിൽക്കുന്ന സമയം മാത്രമാണ് ഇത്. സമയം മാറും, സാഹചര്യങ്ങൾ മാറും, ജീവിതം മാറും. പക്ഷെ ഒരു കാര്യം മാത്രം മാറരുത്, അത് നിന്റെ പ്രതീക്ഷ. ഒരു നാൾ ലോകം നിന്റെ വിജയത്തെക്കുറിച്ച് സംസാരിക്കും, പക്ഷേ ആ വിജയത്തിന്റെ യഥാർത്ഥ കാരണം ഇന്ന് ആരും കാണാതെ നീ നടത്തുന്ന ഈ ചെറിയ പരിശ്രമങ്ങളായിരിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, കൈവിടരുത്. കാരണം നിന്നെ കാത്തിരിക്കുന്ന ജീവിതം നീ ഇന്ന് സങ്കല്പിക്കുന്നതിനേക്കാൾ മനോഹരമായിരിക്കും. ഈ വീഡിയോ കാണുന്ന ആളുകളോടല്ല ഞാനിന്ന് സംസാരിക്കുന്നത്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് തന്നെയാണ്. ജീവിതത്തിൽ ചില ദിവസങ്ങളുണ്ട്, ഒന്നും ശരിയാകില്ലെന്ന് തോന്നുന്ന ദിവസങ്ങൾ, ഒരുപാട് പരിശ്രമിച്ചിട്ടും ഫലം കാണാത്ത ദിവസങ്ങൾ, നമ്മളെക്കാൾ മുന്നിൽ എല്ലാവരും ഓടിപ്പോകുന്നത് പോലെ തോന്നുന്ന ദിവസങ്ങൾ. അത്തരം ദിവസങ്ങളിൽ ഈ വീഡിയോ വീണ്ടും കേൾക്കാൻ വേണ്ടിയാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട എന്നോട്, നീ ഇപ്പോൾ ചെയ്യുന്ന ഓരോ ചെറിയ ശ്രമവും ഒരിക്കലും വെറുതെയാകില്ല. ഇന്ന് നീ പഠിക്കുന്ന ഓരോ പാഠം, ഇന്ന് നീ എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ, ഇന്ന് നീ ഉറക്കം കളഞ്ഞ് ചെയ്യുന്ന 1 മണിക്കൂർ ജോലി, ഇതെല്ലാം നാളെ കാണാൻ പോകുന്ന വിജയത്തിന്റെ അടിത്തറയാണ്. വിജയം ഒരു ദിവസം പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമല്ല. അത് ആരും കാണാത്ത ദിവസങ്ങളിൽ, ആരും കൈയടിക്കാത്ത സമയങ്ങളിൽ, ആരും വിശ്വസിക്കാത്ത നിമിഷങ്ങളിൽ നിശബ്ദമായി പണിപ്പെടുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇന്ന് നിനക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കണ്ട, ആരും അഭിനന്ദിച്ചില്ലെങ്കിൽ തളരണ്ട, ആരും നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ യാത്ര നിർത്തണ്ട. കാരണം വിത്ത് നട്ട ദിവസം തന്നെ മരമായി മാറില്ല, അതിന് സമയമെടുക്കും. പക്ഷേ ദിവസവും വെള്ളം കൊടുത്താൽ മാത്രമേ അത് തീർച്ചയായും വളരുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നിന്റെ സ്വപ്നവും. ഇന്ന് നീ ചെയ്യുന്ന പരിശ്രമം നാളെ ഒരു വലിയ വിജയമായി മാറാൻ ഇപ്പോൾ അദൃശ്യമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിനക്ക് തോന്നും, ഞാൻ ചെയ്യുന്ന ഇത്രയും കഷ്ടപ്പാടിന് എന്താണ് ഫലം? അപ്പോൾ ഈ കാര്യം മാത്രം ഓർക്കുക, ഇന്ന് ചെയ്യുന്ന ഓരോ ശ്രമവും നിന്റെ ഭാവിയിലെ ജീവിതത്തിന് നീ കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. ഇന്ന് നീ കൈവിടുകയാണെങ്കിൽ നാളെ വിജയിക്കാനുള്ള അവസരവും കൈവിടുകയാണ്. അതിനാൽ ക്ഷീണിച്ചാൽ വിശ്രമിക്കാം, പക്ഷേ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത്. പതുക്കെ നടന്നാലും മതി, പക്ഷെ പിന്നോട്ട് നടക്കരുത്. നിനക്ക് മറ്റാരുമായും മത്സരിക്കേണ്ടതില്ല.
ഇന്നലത്തെ നിന്നേക്കാൾ 1% ഇന്ന് മെച്ചപ്പെടുത്തുക. അത് മതി. ഒരു ദിവസം ഒരു ചെറിയ ചുവട്. 365 ദിവസം കഴിഞ്ഞാൽ ആ ചെറിയ ചുവടുകൾ ഒരു വലിയ യാത്രയായി മാറും. ഒരു ദിവസം ആളുകൾ പറയും, എന്ത് ഭാഗ്യമാണ്. പക്ഷെ അവർ കാണില്ല നീ കരഞ്ഞ രാത്രികൾ, നീ ഉപേക്ഷിക്കാതെ പിടിച്ചു നിന്ന ദിവസങ്ങൾ, ആരും കാണാത്ത പരിശ്രമങ്ങൾ, നിശബ്ദമായി നീ പണിത സ്വപ്നങ്ങൾ. വിജയം എന്നും വേദിയിൽ നിൽക്കുന്ന നിമിഷമല്ല, വീണ്ടും എഴുന്നേൽക്കാൻ തീരുമാനിച്ച ഓരോ ദിവസവുമാണ് യഥാർത്ഥ വിജയം. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്നോട്, നിന്റെ സ്വപ്നങ്ങളെ ചെറുതായി കാണരുത്, നിന്റെ പരിശ്രമത്തെ വില കുറച്ച് കാണരുത്. ഇപ്പോൾ നീ എവിടെയാണെന്നതല്ല പ്രധാനപ്പെട്ടത്, നീ ദിവസവും മുന്നോട്ട് നീങ്ങുന്നുണ്ടോ എന്നതാണ്. ഇന്ന് ചെയ്യുന്ന ഈ 10 മിനിറ്റ്, ഇന്ന് പഠിക്കുന്ന ഈ ഒരു പേജ്, ഇന്ന് എഡിറ്റ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ, ഇന്ന് ആരും കാണാത്ത ഈ ശ്രമങ്ങൾ, ഇവയൊക്കെയാണ് നാളെ നിന്റെ ജീവിതകഥയിലെ ഏറ്റവും മനോഹരമായ അധ്യായങ്ങൾ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി ഒരിക്കലും എനിക്ക് പറ്റില്ല എന്ന് പറയരുത്. പകരം ഇങ്ങനെ പറയൂ, ഞാൻ ഇപ്പോഴും യാത്രയിലാണ്. കാരണം യാത്ര അവസാനിച്ചിട്ടില്ല. നിന്റെ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ ഒരു പക്ഷേ ഇനിയും വരാനിരിക്കുന്നു. അതുവരെ തളരരുത്, നിർത്തരുത്. സ്വയം വിശ്വസിക്കൂ, സ്വപ്നങ്ങളെ വിശ്വസിക്കൂ, പരിശ്രമത്തെ വിശ്വസിക്കൂ. ഒരു ദിവസം കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന നീ ഇന്നത്തെ നിന്നോട് നന്ദി പറയും. അന്ന് നീ കൈവിട്ടില്ല, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയത്. അതാണ് ഇന്നത്തെ ഈ കുറിപ്പിൻ്റെ അവസാന വരി. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, നീ തുടരുക. കാരണം നിന്റെ കഥയിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഇനിയും എഴുതപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന നിമിഷം ഒരു പക്ഷേ നിനക്ക് പഠിക്കാൻ തോന്നുന്നില്ലായിരിക്കാം. പുസ്തകം തുറക്കാൻ പോലും മടിയാകാം. ഫോൺ എടുത്ത് 5 മിനിറ്റ് നോക്കാമെന്ന് വിചാരിച്ചതാകാം. പക്ഷേ അതൊരു മണിക്കൂറായി മാറിയിരിക്കാം. പക്ഷെ ഒരു ചോദ്യം, ഒരു വർഷം കഴിഞ്ഞ് ഇന്ന് ചെയ്ത തീരുമാനത്തെ ഓർത്ത് നീ അഭിമാനിക്കുമോ? അതോ അന്ന് കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് ഖേദിക്കുമോ? ജീവിതം മാറ്റുന്നത് വലിയ തീരുമാനങ്ങളല്ല, ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളാണ്. ഓരോ ദിവസവും 1 മണിക്കൂർ ശ്രദ്ധയോടെ പഠിച്ചാൽ അത് ഒരു വർഷം കഴിഞ്ഞ് 100 കണക്കിന് മണിക്കൂറുകളുടെ അറിവായി മാറും. എന്നാൽ ദിവസവും നാളെ മുതൽ തുടങ്ങാമെന്ന് പറഞ്ഞാൽ ആ നാളെ എന്ന ദിവസം ഒരിക്കലും വരില്ല. ഓർമ്മിക്കൂ, വിജയിച്ചവരും നിന്നെപ്പോലെ തന്നെയാണ് ക്ഷീണിച്ചിട്ടുള്ളത്. അവർക്കും ഉറങ്ങണമെന്ന് തോന്നിയിട്ടുണ്ട്, ഫോൺ നോക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം മാത്രം, അവർ അവരുടെ ലക്ഷ്യത്തെ താൽക്കാലിക സുഖത്തേക്കാൾ കൂടുതൽ വിലമതിച്ചു. ഇന്ന് നീ പഠിക്കുന്ന ഓരോ പേജും നിന്റെ ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമാണ്. അതിൻ്റെ ഫലം ഉടനെ കാണില്ല, പക്ഷേ ഒരു ദിവസം എല്ലാവരും ആ ഫലം കാണും. ചിലപ്പോൾ നിനക്ക് തോന്നാം, ഇതെനിക്ക് പറ്റില്ല, മറ്റുള്ളവർ എന്നേക്കാൾ ബുദ്ധിമാനാണ്, ഞാൻ ഒരുപാട് പിന്നിലാണ്. പക്ഷെ സത്യം എന്താണെന്നറിയാമോ? മത്സരം മറ്റാരോടുമല്ല, ഇന്നലത്തെ നിന്നോട് തന്നെയാണ്. ഇന്നലേക്കാൾ ഇന്നൊരു 1% മെച്ചപ്പെട്ടാൽ മാത്രം മതി. ആ 1% ഓരോ ദിവസവും കൂട്ടിച്ചേർന്നാൽ ഒരു വർഷം കഴിഞ്ഞ് നീ പൂർണ്ണമായും വേറൊരു വ്യക്തിയായിരിക്കും. ഒരു ദിവസം കൊണ്ട് ആരും ടോപ്പർ ആകുന്നില്ല. ദിവസങ്ങളോളം ചെയ്ത സ്ഥിരമായ പരിശ്രമമാണ് വിജയത്തെ സൃഷ്ടിക്കുന്നത്. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ നിന്റെ ശക്തിയായി മാറും. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കൂ, വേദന 2 തരത്തിലുണ്ട്. ഒന്ന് പഠിക്കുന്നതിൻ്റെ വേദന, മറ്റൊന്ന് പിന്നീട് ഖേദിക്കുന്നതിൻ്റെ വേദന. ഇതിലേതാണ് നീ തിരഞ്ഞെടുക്കുന്നത്? നീ പഠിക്കുമ്പോൾ ലോകം അത് ശ്രദ്ധിക്കില്ല. പക്ഷെ നീ വിജയിച്ച ദിവസം എല്ലാവരും ആ വിജയത്തെക്കുറിച്ച് സംസാരിക്കും. അതിനാൽ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്നതിന് പകരം ഇന്ന് നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കൂ. അപ്പോൾ തന്നെ നീ ഒരു തീരുമാനമെടുക്കൂ. അടുത്ത 10 മിനിറ്റ് ഫോൺ മാറ്റിവെക്കാം, പുസ്തകം തുറക്കാം, ഒരു പേജ് വായിക്കാം, പിന്നെ അടുത്ത പേജ്. അങ്ങനെ ഓരോ പേജും ചേർന്ന് ഒരു അധ്യായമാകും. ഓരോ അധ്യായവും ചേർന്നൊരു പരീക്ഷയിലെ വിജയം. ഓരോ വിജയവും ചേർന്ന് നിന്റെ സ്വപ്ന ജീവിതം. ആരും വന്ന് നിന്റെ ജീവിതം മാറ്റിത്തരില്ല. ആരും വന്ന് നിന്റെ പരീക്ഷ എഴുതി തരില്ല. ആരും വന്ന് നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കില്ല. അത് ചെയ്യേണ്ടത് നീ തന്നെയാണ്. ഈ നിമിഷം മുതൽ ഒരു പുതിയ തുടക്കം കുറിക്കൂ. പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കേണ്ട, സ്ഥിരത പുലർത്താൻ ശ്രമിക്കൂ. കാരണം സ്ഥിരതയുള്ള ആളുകൾക്ക് വിജയിക്കാൻ സമയം മാത്രം മതി. അതിനാൽ ഇപ്പോൾ തന്നെ ഫോൺ സൈലന്റ് ആക്കൂ, പുസ്തകം തുറക്കൂ, ഒരു ടൈമർ സെറ്റ് ചെയ്ത് അടുത്ത 1 മണിക്കൂർ നിന്റെ ഭാവിക്കായി സമർപ്പിക്കൂ.